ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേടിയ ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ വീണ്ടും ബഥാനിയയിലേക്ക് വരിക. ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യയാണ്. അപ്പോൾ ആ കുടുംബം ഈശോനെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. ലാസർ അവിടെയുണ്ട്, മർത്ത പരിചരിക്കുകയാണ്. മറിയം ചെയ്തൊരു കാര്യമുണ്ട്, അത് ഇപ്രകാരം പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 3-ാം തിരുവചനം. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് മുഴുവനും നിറഞ്ഞു. അവൾ വിലയേറിയൊരു സുഗന്ധ തൈലം എടുത്തിട്ട് ഈശോയെ പുരട്ടുക, ഈശോ ബഹുമാനിക്കുക, ഈശോ സ്നേഹിക്കുക. പിന്നീട് നമുക്കറിയാം, യൂദാസ് പിറുവിറുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ പൈസ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കത്തില്ലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂദാസ് പണത്തിൻ്റെ വാല്യൂ വെച്ച് വിലയിരുത്തുമ്പോൾ ഈശോ വിലയിരുത്തുന്നത് സ്നേഹത്തിൻ്റെ ആഴം വെച്ചുകൊണ്ടാണ്. ഇവളെൻ്റെ ശവസംസ്കാരത്തിന് ഒരുക്കമായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വിലയേറിയത് തൻ്റെ പക്കലുണ്ടായിരുന്ന വിലയേറിയ തൈലം അവൾ ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. അതുകൊണ്ട് ഈശോയെ പരിമളപൂരിതമാക്കുക. ജീവിതത്തിൽ നീ വില കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കുവാനായിട്ട്, മാറ്റിവെക്കുവാനായിട്ട് നിനക്ക് എത്രത്തോളമൊക്കെ സാധിക്കുന്നുണ്ട്. എന്ത് വിലയേറിയതാണെങ്കിലും ഇവൻ തന്നതല്ലേ ജീവിതത്തിലുള്ളൂ, ഇവൻ്റെ അനുഗ്രഹം വഴി കിട്ടിയതല്ലേ ജീവിതത്തിലുള്ളൂ. ഓരോന്നോരോന്ന് ജീവിതത്തിലേക്ക് സമ്പാദിക്കുമ്പോൾ, ചേർത്ത് വയ്ക്കുമ്പോൾ അതിനേക്കാളും വില ഈ ക്രിസ്തുവിനെ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നൽകുന്ന വ്യക്തികൾക്ക് എന്തുമെടുത്ത് ക്രിസ്തുവിനായിട്ട് മറ്റുള്ളവർക്കായിട്ടൊക്കെ മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ വിലയേറിയതെല്ലാം ക്രിസ്തു മൂലമാണെന്നുള്ള ബോധ്യം നിന്നിൽ വളരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൊടുത്തു. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, എല്ലാത്തിനേക്കാളും വില നിനക്ക് നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടി ആ കൃപകളും നന്മകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട ആ പൂജിതമാ രക്ഷാനാമം